BJP എന്ന രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എതിരാളികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം അതിന്റെ ഓരോ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ മിസ്ഡ് കോളിലൂടെ മെമ്പർഷിപ്പ് നൽകിയ ഒരു പാർട്ടിയാണ്. അതായത് ആ പാർട്ടി ഓരോ സമയത്തും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. ആദ്യമൊക്കെ ഈ മിസ്ഡ് കോളിലൂടെ BJP മെമ്പർഷിപ്പ് കൊടുക്കുന്നതിനെ പലരും വിമർശിച്ചിരുന്നെങ്കിൽ പിന്നീട് കോൺഗ്രസും ഒക്കെ അതേ പാത തന്നെ പിന്തുടരുന്ന ഒരു കാഴ്ച കണ്ടു. കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒരു കാഴ്ച നമ്മൾ അതിൽ കണ്ടു. അതോടൊപ്പം തന്നെ ഈ ഗൂഗിൾ പേ വഴി പ്രവർത്തകർ ഫണ്ട് ശേഖരിക്കുന്ന കാഴ്ച പിന്നീട് അത് CPM പോലും കേരളത്തിൽ പ്രാവർത്തികമാക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനമാനങ്ങൾ, അവരുടെ പ്രസിഡന്റ് ആയാലും മറ്റ് മേഖലയിലുള്ളവരായാലും ഒക്കെ ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എത്തുകയും അവർ വലിയ രീതിയിൽ തന്നെ മുന്നേറുകയും ചെയ്യും. ഒരു നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതിനു ശേഷം RSS അതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു മോദിയെ മാത്രമാണ് കണ്ടത്, ഞങ്ങളുടെ മൂശയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു കേഡറിൽ 10,000-കണക്കിന് മോദിമാരുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുമുണ്ട്. കാരണം പലപ്പോഴും പല സംസ്ഥാനത്തും BJP വിജയം നേടുമ്പോൾ അതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു RSS പ്രചാരകനുണ്ടാകും. പിന്നീട് മാധ്യമങ്ങളിലൂടെയൊക്കെ ആ പേര് പുറത്തു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് പേരുടെ പേര് കേട്ടിട്ടുണ്ട്. അരവിന്ദ് മേനോന്റെ പേര് കേട്ടിട്ടുണ്ട്. അങ്ങനെ അനവധി പേരുടെ പേരൊക്കെ, മലയാളികൾ അടക്കമുള്ളവരുടെ പേരൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ BJP നടത്തിയിരിക്കുന്ന ഒരു വലിയ ട്വിസ്റ്റാണ്. നമുക്കറിയാം BJPയുടെ ദേശീയ അധ്യക്ഷൻ ആരാകും എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഇപ്പോൾ ഇരിക്കുന്ന ദേശീയ അധ്യക്ഷൻ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു, JP നദ്ദയാണ്. അദ്ദേഹത്തിന് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷെ അത് ചില കാര്യങ്ങൾ കൊണ്ട് നടന്നില്ല. അതിന് കാരണം 2024 അദ്ദേഹം സ്ഥാനം ഒഴിയേണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷം ചില തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ തൽസ്ഥാനത്ത് തുടരുകയായിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ പകുതിയിലേറെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ മാത്രമേ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ കഴിയൂ. ഇപ്പോൾ അത് ഏതാണ്ട് പൂർത്തിയായിരിക്കും. ഉത്തർപ്രദേശിലും കഴിഞ്ഞ ദിവസം അവരുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്തിരുന്നു. ഏതായാലും പുതിയ അധ്യക്ഷൻ വരുന്നു. പല പേരുകളും മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു. ശിവരാജ് സിംഗ് ചൗഹാന്റെ, നിർമ്മലാ സീതാരാമന്റെ, അണ്ണാമലയുടെ ഒക്കെ പേര് എല്ലാവരും ഉയർത്തിയിരുന്നു. കാരണം എപ്പോഴും ഈ മാധ്യമങ്ങൾ ഉയർത്തുന്ന പേരുകൾക്കപ്പുറത്തുള്ള ചില പേരുകളാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് എല്ലാ മാധ്യമങ്ങൾക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയത് വൈസ് പ്രസിഡന്റാണ്, നമ്മുടെ ഉപരാഷ്ട്രപതിയാണ്. പല പേരുകളും ഉയർന്നു കേട്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ട് CP രാധാകൃഷ്ണൻ, ആരും ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ ഒരു പേര് ഉയർന്നു വരുമെന്നോ ഒക്കെ. പക്ഷെ ഇപ്പോൾ അത്തരത്തിൽ വീണ്ടും BJP മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് കൊടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം BJP ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഒരു വലിയ പൊളിച്ചെഴുത്താണ്. പാർട്ടി തന്നെ അപ്പാടെ മാറുന്ന ഒരു വലിയ തലമുറ മാറ്റം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ശ്രീ നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ അതായത് യുവാക്കളുടെ ശക്തി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ഇന്ത്യ 55% യുവാക്കളുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. ഇവിടെയാണ് ഇപ്പോൾ BJP അടിമുടി മാറുന്നത്. ഇവിടെ കേവലം 45 വയസ്സ് മാത്രമുള്ള നവീൻ കിഷോറിന്റെ മകൻ, അതായത് BJPയുടെ വലിയ നേതാവായിരുന്ന നവീൻ കിഷോർ, അദ്ദേഹം ബീഹാറിലെ MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ആണ് ഇപ്പോൾ പുതിയ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. നബിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകും, ഇനി പ്രസിഡന്റ് വരുമോ എന്നുള്ളത്. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സാധാരണഗതിയിൽ BJPയിൽ ഇല്ല. അങ്ങനെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് വന്നത് നമ്മളുടെ അറിവിലുള്ളത് ശ്രീ JP നദ്ദയായിരുന്നു. അന്ന് ശ്രീ അമിത്ഷാ ആയിരുന്നു BJPയുടെ ദേശീയ അധ്യക്ഷൻ. പക്ഷെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് പാർട്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം തികയുമായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശ്രീ JP നദ്ദ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത്. പിന്നീട് അദ്ദേഹം BJPയുടെ അധ്യക്ഷനായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നബിൻ എന്ന് പറയുന്നത് BJPയുടെ അധ്യക്ഷൻ തന്നെയാണ്. വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ ഒരു ഇതിലേക്ക് വരുന്നു, പിന്നീട് അധ്യക്ഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ JP നദ്ദയുടെ കേസിൽ അങ്ങനെയാണ് കണ്ടത്. അതിനു മുമ്പ് BJPക്ക് അങ്ങനെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ 45 വയസ്സുള്ള ഈ നബിൻ വരുമ്പോൾ BJP സംബന്ധിച്ച് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം 42ാമത്തെ വയസ്സിലായിരുന്നു ശ്രീ LK അദ്വാനി ജനസംഘത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ അവർക്ക് അതിനകത്ത് പ്രായത്തിന്റെ ഒരു ഇതില്ല. പക്ഷെ അടിമുടി മാറുന്നു, യുവാക്കളെ തന്നെ ഏൽപ്പിക്കുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മറ്റ് തലവന്മാരുടെ, അതായത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ഹെഡുകളുടെ പ്രായം കൂടി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അത് കുറച്ച് കൗതുകകരമായിരിക്കും. കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി. അവരുടെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയാണ്. 83 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അഖിലേഷ് യാദവ് ആണ്
മറ്റൊരു നേതാവ് സമാജ്വാദി പാർട്ടിയുടെ ഉത്തർപ്രദേശ്, അദ്ദേഹത്തിന് 52 വയസ്സും. ശരത് പവാർ NCPയുടെ ലീഡറാണ്, മഹാരാഷ്ട്രയിലെ വലിയ ലീഡറാണ്, അദ്ദേഹത്തിന് 85 വയസ്സായി. അതുപോലെ ഫറൂഖ് അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ, അദ്ദേഹത്തിന് 88 വയസ്സായി. ഇനി ബംഗാളിലേക്ക് വന്നാൽ മമതാ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷ. മമതാ ബാനർജിക്ക് 70 വയസ്സ് ഉണ്ട്. മായാവതി ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവ് മായാവതി 69 വയസ്സ്. ഏതായാലും CPM-ന്റെ ഒരു കണക്കിലേക്ക് നമ്മൾ പോയില്ല, അതിന്റെ ആവശ്യം ഉണ്ടായെന്ന് തോന്നുന്നില്ല. കാരണം ദേശീയ തലത്തിൽ തന്നെ ഒരു അധ്യക്ഷൻ വരുമ്പോൾ ദേശീയ തലത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് കരുതിയത് കൊണ്ടാണ്. കാരണം CPM-നൊന്നും വലിയ MP-മാരെ ഒന്നും സംഭാവന ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കായസ്ഥി വിഭാഗത്തിൽപ്പെടുന്ന ഈ നേതാവിനെ നിതിൻ നബിനെ എന്തുകൊണ്ട് BJP തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കായസ്ഥി വിഭാഗം എന്ന് പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ, അതായത് ബ്രാഹ്മണ വിഭാഗത്തിൽ തന്നെ വരുന്നതാണ്. ജാർഖണ്ഡ്, അസം, ബംഗാൾ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം വലിയ വേരുകളുള്ള ഒരു സമുദായം തന്നെയാണ്. സാധാരണഗതിയിൽ BJP-യെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന സവർണ മേധാവിത്വമുള്ള പാർട്ടി എന്നാണ്. പക്ഷെ അതിലിപ്പോൾ സവർണ മേധാവിത്വം എന്ന് പറയാൻ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതിന്റെ രാഷ്ട്രപതി മുതൽ പ്രധാനമന്ത്രി മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരെല്ലാം എടുത്തു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം പേരും അവർണ അല്ലെങ്കിൽ OBC വിഭാഗത്തിൽ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിലാണ്. സവർണ ആ ഒരു കാറ്റഗറി കുറവാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ പോസ്റ്റിലേക്ക് ഒരു മുന്നോക്ക വിഭാഗത്തെ തന്നെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ കുറേ നാൾ. കാരണം ഈ ജാതീയപരമായ ഒരു ബാലൻസിങ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുൻപോട്ട് വെക്കുന്നതാണ്. കാരണം ഇപ്പോൾ രാഷ്ട്രപതി പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് വരുന്നു, പ്രധാനമന്ത്രി OBC-യിൽ നിന്ന് വരുന്നു, മറ്റ് മന്ത്രിമാരും ബഹുഭൂരിപക്ഷം പേരും OBC, അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ കായസ്ഥി വിഭാഗത്തിൽപ്പെടുന്ന നിതിൻ നബിനെ കൊണ്ടുവരുമ്പോൾ അതിലൊരു മറ്റൊരു കൗതുകം കൂടിയുണ്ട് അതിനകത്ത്. കാരണം ബീഹാറിൽ ജനിച്ച് വളർന്ന് പഠിച്ച വ്യക്തിയാണ് JP നദ്ദ. പക്ഷെ JP നദ്ദയുടെ ജന്മസ്ഥലം, അതായത് അദ്ദേഹത്തിന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. പക്ഷെ അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ ബീഹാറിലാണ്. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോൾ അടുത്ത വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പറയുന്ന നിതിൻ നബിൻ കൂടെ കടന്നു വരും. സമാനതകൾ ഏറെയുണ്ട്. 45 വയസ്സേ ഉള്ളെങ്കിലും ആ 45 വയസ്സിന്റെ പകുതിക്കാലവും അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. 25 വർഷമായിട്ട് ബീഹാറിൽ നിന്ന് സ്ഥിരം ജയിക്കുന്ന ഒരു നേതാവാണ്. യുവമോർച്ചയുടെ നേതാവായിരുന്നു. ഒപ്പം തന്നെ 2019 അസാമിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. ജാർഖണ്ഡിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിട്ടുണ്ട്. ബംഗിപ്പൂരാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം. അവിടെ നിന്ന് സ്ഥിരം 50,000-നും 60,000-നും വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്ഥിരം ജയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. 25 വർഷമായിട്ട്, അതായത് അദ്ദേഹം 20ാമത്തെ വയസ്സിൽ അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നു. നവീൻ കിഷോർ സിൻഹ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവും BJP നേതാവും മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ആ ഒരു ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ തന്നെ തുടർച്ചയായി ഒരു പരാജയം ഏൽക്കാതെ മുൻപോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം അനവധി തവണ ബീഹാറിന് മന്ത്രിയായിട്ടുണ്ട്. BJP-യെ ഈ ജാർഖണ്ഡിലും അസാമിലും അടക്കം വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രഭാരിയായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. വലിയ ഒരു കഴിവ് ഉള്ള, അതായത് ചില ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് തലക്കെട്ട് എഴുതിയിരുന്നത് രണ്ടാം അമിത്ഷാ എന്നാണ് ചില മാധ്യമങ്ങൾ തലക്കെട്ട് കൊടുത്തിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ കഴിവുകൾ ഇനി അറിയാനുള്ളതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന് ആദ്യത്തെ ഒരു വലിയ ടാസ്ക് തന്നെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പോണ്ടിച്ചേരി, കേരളം, തമിഴ്നാട്, ആസാം, ബംഗാൾ ഇവിടങ്ങളിൽ ഒരു വലിയ വിജയം അദ്ദേഹത്തിന് കൂടിയേ തീരും. കാരണം സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം അഭിമുഖീകരിക്കാൻ വന്ന വലിയൊരു ടാസ്ക് അത് തന്നെയായിരിക്കും. സാധാരണ ഇതിൽ ഇങ്ങനെയാണ് BJP-യുടെ ഈ പ്രസിഡന്റ് പദവി എന്ന് പറയുന്നത് 3 വർഷമാണ്. ചിലപ്പോൾ ഒരു 3 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കാം. 6 വർഷത്തിന് ശേഷം പിന്നീട് അടുത്ത ആൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറുമൊക്കെ ഈ പ്രസിഡന്റിന്റെ ഒരു കപ്പാസിറ്റി അളക്കുന്നത് അവർ കയറിയതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വരും. ഏതായാലും നമ്മുടെ ഈ പുതിയ നിതിൻ നബിൻ എന്ന് പറയുന്ന പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ്, അദ്ദേഹം പ്രസിഡന്റ് തന്നെ ആകും. കാരണം ഇങ്ങനെയാണ് JP നദ്ദ എത്തിയിരുന്നത്, ആ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും അദ്ദേഹത്തിന് മുമ്പിലുള്ള പ്രധാന ലക്ഷ്യം. ആ തെരഞ്ഞെടുപ്പിൽ ബംഗാൾ അടക്കം പിടിച്ചാൽ നിതിൻ നബിൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അമിത്ഷാ രണ്ടാമൻ ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ അമിത്ഷായാണ് എന്ന് BJP-ക്കാർ പതുക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിൽ ഉള്ള അനവധി മോദിമാരെ മൂശയിൽ വാർത്തെടുക്കുന്ന RSS-ന് ഈ നിതിൻ നബിൻ അപ്പുറത്തേക്കും അനവധി കാര്യകർത്താക്കളുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ BJP എന്ന് പറയുന്ന പാർട്ടിയെ കുറച്ചുകൂടെ സ്വീകാര്യമാക്കുന്നത് ഇത് തന്നെയാണ്. കാരണം ഏത് മേഖലയിലുള്ളവർക്കും ഏത് തരത്തിൽ ഉള്ളവർക്കും കഴിവുണ്ടെങ്കിൽ കയറി വരാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അവരുടെ പ്രധാനമന്ത്രി തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ്.
ഒരു ചായക്കടക്കാരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനമന്ത്രി പദത്തിലെത്തിയാണ്. അതല്ലാതെ കുടുംബ വാഴ്ചയുടെ പശ്ചാത്തലത്തിലല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ ഒരു മന്ത്രിസഭയിലെ അംഗങ്ങളൊന്നും വന്നത്. കാരണം രാഷ്ട്രീയ പശ്ചാത്തലം പോലും ഇല്ലാത്ത എസ് ജയശങ്കറിനെ പോലെ ഉള്ളവരുണ്ട്, അശ്വിനി വൈഷ്ണവിനെ പോലെ ഉള്ളവരുണ്ട്. അവിടെയൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ തലമുറ മാറ്റുന്നത്. അതായത് അടിമുടി യുവാവായി BJP മാറുന്നു. ഒപ്പം തന്നെ മുതിർന്നവർക്ക് ഒരു വലിയ സ്ഥാനം നൽകിക്കൊണ്ട് അത് നിലനിർത്തുകയും ചെയ്യുന്നു. ഏതായാലും കേരളത്തിൽ ഇപ്പോഴുള്ള സംസ്ഥാന ഭരണസമിതി ഏതാണ്ടൊക്കെ യുവാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ തന്നെയുള്ള നീക്കങ്ങൾ ഉണ്ടാകും. ഇത് തന്നെയാണ് ചിന്താമളത്തിൻ്റെ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.